നിങ്ങൾ പലരും സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്ന ആളുകളാണ്. ഞാനും സ്റ്റോക്കുകളിൽ കുറച്ചധികം കാലമായിട്ട് നിക്ഷേപിച്ചു വരുന്ന ഒരാളാണ്. എനിക്ക് രണ്ട് തരത്തിലുള്ള സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒന്ന് വളരെ ലോങ് ടേമിലേക്കും, മറ്റൊന്ന് ഒരു സാറ്റലൈറ്റ് ആയിട്ട് ഒരു ചെറിയ കാലത്തേക്കുള്ള പോർട്ട്ഫോളിയോ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ആരംഭിക്കും. രണ്ട് സുഹൃത്തുക്കളുണ്ട്, അജുവും ഡുണ്ടുവും. അവർ രണ്ടുപേരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. 5 വർഷത്തിന് ശേഷം അവര് കണ്ടപ്പോൾ ഒരാൾ വലിയൊരു വെൽത്ത് ഉണ്ടാക്കിയിരിക്കുന്നതായിട്ട് കണ്ടു. അതേസമയം തന്നെ മറ്റൊരാൾക്ക് ചെറിയ ചെറിയ പ്രോഫിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ ആദ്യത്തെ രാജുമോന്റെ അത്ര ഒരു വളർച്ച ആർക്കില്ല, ഡുണ്ടുമോൾക്കില്ല. ഈ ഒരു വലിയ വ്യത്യാസം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ആള് രണ്ട് തരത്തിലുള്ള സ്റ്റോക്ക് പോർട്ട്ഫോളിയോകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ ആള് ഒരൊറ്റ സിംഗിൾ പോർട്ട്ഫോളിയോ വെച്ചിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ എങ്ങനെ രാജുമോന് നല്ല പ്രോഫിറ്റും ഡുണ്ടുമോൾക്ക് ചെറിയ പ്രോഫിറ്റും കിട്ടി എന്നുള്ളതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഞാൻ പേഴ്സണലി രണ്ട് തരത്തിലുള്ള പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒന്ന്, ക്രോർപതി പ്രോഗ്രാം എന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്രോർപതി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 10 സ്റ്റോക്കുകളുടെ ഒരു ലോങ് ടേം പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്നു. മറ്റൊന്ന്, ഒരു 15 സ്റ്റോക്കുകളുടെ പീരിയോഡിക് പ്രോഫിറ്റ് ബുക്കിങ്ങിനായിട്ടുള്ള സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ പോർട്ട്ഫോളിയോകളെ പറ്റി മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഏത് തരത്തിലാണ് ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ഒന്ന് കമന്റും കൂടെ ചെയ്യാവുന്നതാണ്. ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന എല്ലാവരും രണ്ട് തരത്തിലുള്ള പോർട്ട്ഫോളിയോകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഒന്ന്, ഒരു ലോങ് ടേം ആവശ്യങ്ങൾക്കായിട്ടുള്ള പോർട്ട്ഫോളിയോ. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2020 സെപ്റ്റംബർ മാസത്തിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകൾ ഓരോ ലക്ഷം രൂപയ്ക്ക് വാങ്ങിയെന്ന് കരുതുക. ഉദാഹരണമായിട്ട് HDFC ബാങ്ക് 1057 രൂപയിൽ വാങ്ങി, ഇൻഫോസിസ് 945 രൂപയിൽ വാങ്ങി, LNT 390 രൂപയിൽ വാങ്ങി, ബജാജ് ഫിനാൻസ് 347 രൂപയിൽ വാങ്ങി, MNM മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 654 രൂപയിൽ വാങ്ങി എന്ന് കരുതുക. അങ്ങനെ ഓരോ ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുള്ള അവസ്ഥയിൽ ഇവർക്ക് HDFC ബാങ്കിന്റെ 95 ഷെയറുകളും, ഇൻഫോസിസിന്റെ 106 ഷെയറുകളും, LNTയുടെ 111 ഷെയറുകളും, ബജാജ് ഫിനാൻസിന്റെ 288 ഷെയറുകളും, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ 183 ഷെയറുകളാണ് കിട്ടിയത്. 5 വർഷത്തിന് ശേഷം എന്താ സംഭവിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ, HDFC ബാങ്കിന്റെ ഏകദേശം ഇന്നത്തെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1965 ആണ്. അതായത് ആ 1 ലക്ഷം രൂപ HDFC ബാങ്കിൽ 2020 ഇട്ടിട്ടുള്ള ആൾക്ക് 1,86,675 രൂപയാണ് കിട്ടിയത്. ഇൻഫോസിസ് 1 ലക്ഷം ഇട്ടെടുത്ത് 1,57,622 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. LNT 900 രൂപയിൽ നിന്നും 3,542 രൂപയായിട്ട് വർദ്ധിച്ചു. അത് 111 ഷെയറുകൾക്ക് ഇപ്പോഴത്തെ വില എന്ന് പറയുമെങ്കിൽ 3,93,162 രൂപയാണ്. ബജാജ് ഫിനാൻസ് 2,58,048 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. MNM മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 650 നിന്ന് 3,400 ആയിട്ട് വർദ്ധിച്ചതുകൊണ്ട് തന്നെ അതിന്റെ 153 ഷെയറുകൾ വാങ്ങിയിട്ടുള്ള രാജുമോന് 5,20,200 രൂപ കിട്ടിയിട്ടുണ്ട്. അതായത് 5 വർഷത്തിന് ശേഷം 5 ലക്ഷം രൂപ 15,15,707 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് 25% കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്, CAGR എന്ന് പറയാറുണ്ട്. ഇതേ ഒരു രീതിയിൽ അടുത്തൊരു 10-12 വർഷം പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ 5 ലക്ഷം രൂപ 2,40,00,000 രൂപയായിട്ട് വർദ്ധിക്കും. ഇതിനെയാണ് കോമ്പൗണ്ടിങ് ആൻഡ് മാജിക് എന്ന് പറയുക. നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകൾ ലോങ് ടേം ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ട്. ഈ പോർട്ട്ഫോളിയോയുടെ ഉദ്ദേശം തന്നെ ഒരു ലോങ് ടേം വെൽത്ത് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം. അതിൽ നിന്ന് ഇടയ്ക്ക് പിൻവലിച്ച് ലാഭം എടുക്കുക എന്നുള്ളതായിരിക്കരുത്. അധികം ട്രേഡിംഗ് ഒന്നും ഇല്ലാതെ വർഷത്തിൽ 1-2 തവണ മാത്രം റിവ്യൂ ചെയ്തുകൊണ്ട് കൂടുതൽ ഒരു അക്യുമുലേറ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് പോകുന്നതിനായിട്ടാണ് ഇത്തരം ഒരു പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ പേഴ്സണലി 10 സ്റ്റോക്കുകളുടെ ഒരു ലോങ് ടേം പോർട്ട്ഫോളിയോ മിക്സ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അതിനെ ക്രോർപതി പ്രോഗ്രാം അല്ലെങ്കിൽ ക്രോർപതി സ്റ്റോക്കുകൾ എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റോക്കുകളിൽ പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അത് മാത്രമല്ല, സ്റ്റോക്കുകളിൽ കൃത്യമായിട്ട് ഒരു റിവ്യൂ മെക്കാനിസം കൂടെ നടത്തണം കേട്ടോ. നമ്മൾ കൃത്യമായിട്ട് റിവ്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ മാനേജ്മെന്റ് പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ അതിൽ ബിസിനസ് ഉണ്ടാവുന്ന തകർച്ച കൊണ്ടോ ഒക്കെ ചില സ്റ്റോക്കുകൾ വളരെ വലിയ രീതിയിൽ അടിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകളെ നമ്മളുടെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ഒന്ന് വൃത്തിയാക്കി കൊണ്ടുപോകുക എന്നുള്ളത് ഒരു വാർഷിക ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. അങ്ങനെ ബിൽഡ് ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ് നമ്മൾക്ക് ലോങ് ടേം വെൽത്ത് ബിൽഡിങ്ങിന് നന്നായിരിക്കും. പലർക്കും ഇങ്ങനെ ഒരുപാട് വർഷം അങ്ങനെ കാത്തിരിക്കുന്നതിനായിട്ടുള്ള ഒരു ക്ഷമയില്ലാത്ത ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകളിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് ഒരു പീരിയോഡിക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ചില പോർട്ട്ഫോളിയോകൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അത്തരം പോർട്ട്ഫോളിയോ പേരാണ് സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ. നമുക്ക് ഒരു 15 സ്റ്റോക്കുകളുണ്ട്. അതിൽ ഒരു 10-15% ലാഭം കിട്ടുമ്പോൾ പീരിയോഡിക് ആയിട്ട് ലാഭം എടുക്കുകയും വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്ത്
അങ്ങനെ പോകുന്ന ഒരു രീതി. സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ ഒരു 10-15% ഒക്കെ ലാഭം കിട്ടുമ്പോൾ നമ്മൾ അതിൽ നിന്ന് സ്റ്റോക്ക് വിറ്റുകൊണ്ട് നമ്മളുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ വീട്ടു ചെലവ് നടത്തുന്നതിനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ EMI അടയ്ക്കുന്നതിനായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു വെക്കേഷൻ എടുക്കുന്നതിനായിട്ടോ അല്ലെങ്കിൽ മറ്റ് സ്റ്റോക്കുകൾ റീഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുക. നമുക്ക് പീരിയോഡിക് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് പറ്റുന്നതാണ് ഈ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ രീതി. എന്റെ അഭിപ്രായത്തിൽ നമ്മൾക്ക് ഇങ്ങനെ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ മാത്രമാക്കി കൊണ്ടു നടക്കുന്നത് വളരെ ഒരു നഷ്ടക്കച്ചവടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ വാങ്ങി വിൽറ്റ് ഉണ്ടാക്കുന്ന ലാഭത്തിൽ 20% നമ്മൾ എന്ത് കൊടുക്കണം? ടാക്സ് ആയിട്ട് കൊടുക്കണം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറഞ്ഞ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു എല്ലാ കാര്യവും നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവാറില്ല. അപ്പൊ ഞാനൊക്കെ പേഴ്സണലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോയിൽ കിട്ടുന്ന ലാഭം നമ്മളുടെ മെയിൻ പോർട്ട്ഫോളിയോ ക്രോഡ്പതി പ്രോഗ്രാമിലുള്ള പോർട്ട്ഫോളിയോയിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ഈ രണ്ട് പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് രാജുമോൻ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയത് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണം. അതേസമയം തന്നെ ഡുണ്ടുമോൾ എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ടേം ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. നാശം ഒരു 2 ലക്ഷം രൂപ വെച്ച് പ്രോഫിറ്റ് എടുത്തു, അങ്ങനെ 8 ലക്ഷം രൂപ പ്രോഫിറ്റ് എടുത്തു. പക്ഷേ 2024 സെപ്റ്റംബറിന് ശേഷം ഒരു 2 ലക്ഷം രൂപ പല ട്രേഡ് വഴി നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ 8 ലക്ഷം രൂപ ആദ്യത്തെ 4 വർഷം കൊണ്ട് ലാഭം ഉണ്ടാക്കിയെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഒരു വർഷം ഉണ്ടാക്കിയിട്ടുള്ള നഷ്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ ട്രേഡുകൾ ലാഭകരമായിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ള നഷ്ടം എന്ന് പറയുന്നത് ഒരു 2 ലക്ഷം രൂപ. അങ്ങനെ ഇഫക്റ്റീവായിട്ട് 6 ലക്ഷം രൂപ മാത്രമാണ് ലാഭം ഡുണ്ടുവിന് ഉണ്ടായിട്ടുള്ളത്. ഒന്നുകിൽ ഒരു ലോങ് ടേമിലേക്ക് നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തി നിക്ഷേപിക്കുക, അല്ലെങ്കിൽ ഒരു പേഷ്യൻസ് ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ലോങ് ടേം ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയുടെ മിക്സ് ഉണ്ടാക്കുക. ഷോർട്ട് ടേമിലേക്ക് മാത്രമായിട്ട് ട്രേഡ് ചെയ്യുന്ന അത്ര നല്ലതല്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെയും ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പോർട്ട്ഫോളിയോകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏകദേശം 70% നമ്മൾ ക്രോഡ്പതി സ്റ്റോക്കുകളിലും ബാക്കി 30% നമ്മളുടെ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോയിലുമാണ് നിക്ഷേപിക്കുന്നത്. 5 വർഷത്തിന് ശേഷം ഉള്ള ലാസ്റ്റ് 5 വർഷത്തെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോങ് ടേം പോർട്ട്ഫോളിയോ നമ്മളുടെ ഡബിൾ ചെയ്തിട്ടുള്ള ഒരു നിലയിൽ എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോയിൽ നമുക്ക് 3 മുതൽ 4 ലക്ഷം രൂപ വരെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് എൻ്റെ ഒരു പോർട്ട്ഫോളിയോ രീതി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു സമ്മറി എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും ഒരു ലോങ് ടേം പോർട്ട്ഫോളിയോ വെൽത്ത് ബിൽഡിങ്ങിനായിട്ട് നമ്മുടെ ഭാവി സെക്യൂർ ആക്കുന്നതിനായിട്ട് വേണം. അതേപോലെ തന്നെ നമ്മുടെ പ്രസന്റ് നീഡ്സ് ഇപ്പോഴുള്ള കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യാന്നതിനായിട്ട് നമുക്ക് ഒരു സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടാവുന്നത് നന്നായിരിക്കും. ഇങ്ങനെ ഒരു ബാലൻസിലൂടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്കാണ് കൂടുതൽ ലാഭം ഉണ്ടാവുക. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്യുക.